ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2 സ്വാഗതം. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പിടിച്ചുയർത്തുന്നതിൻ്റെ പ്രതീകമായാണ് ഓംകാരത്തെ കരുതി വരുന്നത്. ഹൈന്ദവ തത്വങ്ങളുടെ അടിസ്ഥാനമായ ബ്രഹ്മത്തിൻ്റെ സ്പഷ്ടവും ദർശന സംബന്ധവുമായ രൂപമാണ് ഇത്. ഓംകാരം ഉച്ചരിക്കുമ്പോൾ തന്നെ ആരുടെ മനസ്സിലും ആ ചിഹ്നം ഓർമ്മ വരും. ഹൈന്ദവ ദർശനത്തിലതിലുപരി സിഖ്, ബുദ്ധ, ജൈന മതത്തിലും ഓംകാരത്തെ അതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിച്ചു വരുന്നു. ഓംകാരത്തിൻ്റെ അർത്ഥതലങ്ങളെ കാലാകാലങ്ങളായി ആചാര്യന്മാർ വിവരിച്ചിട്ടുണ്ടെങ്കിലും കളങ്കമില്ലാത്ത ഈശ്വര ഭജനമെന്നാണ് പ്രണവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായി ഓംകാരം ജപിക്കുന്നവൻ ആരോ അവൻ തന്നിലുള്ള മൃഗീയ വാസന മാറ്റി ജീവിതത്തെ വിജയത്തിൻ്റെ എത്തിച്ചേരും എന്ന് വിശ്വസിച്ചു പോരും. ആ, ഉ, മ എന്നീ 3 അക്ഷരങ്ങളുടെ സങ്കലനമാണ് ഓംകാരം എന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ അക്ഷരത്തിനും അതിൻ്റെ അർത്ഥവ്യാപ്തിയും ആ ആദിമത്വത്തെയും, ഉ ഉത്കർഷത്തെയും, മ വിധിയെയും ചൂണ്ടിക്കാണിക്കുന്നു. അതിനാലാണ് ഓംകാരത്തെ സൃഷ്ടി സ്ഥിതി ലയങ്ങളുടെ പ്രതിനിധീകരണ ശക്തിയായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുണ്യപുരാതന ഗ്രന്ഥങ്ങളും ആചാര്യന്മാരുമൊക്കെ ഓംകാരത്തെ വിവരിച്ചിട്ടുണ്ട്. അവയിൽ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത തുടങ്ങിയവ ഉൾപ്പെടുന്നു. നിത്യമായ ഓംകാര ജപം കൊണ്ട് ദേവേന്ദ്രൻ അസുരന്മാരുടെ ഹീനശക്തിയെ നേരിട്ട കഥകൾ അഥർവവേദത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മത്തെ അറിയാൻ ഓം ഉപയോഗിക്കാമെന്ന് യജുർവേദം അനുശാസിക്കുന്നു. ഓംകാരത്തെ പരബ്രഹ്മമായി കഠോപനിഷത്ത് വിവരിക്കുമ്പോൾ മുണ്ടകോപനിഷത്താകട്ടെ ഓംകാര ധ്യാനം പരമാത്മാവുമായി ആത്മൈക്യം പ്രാപിക്കാൻ സഹായിക്കുമെന്ന് ഉപദേശിക്കുന്നു. ഭഗവത്ഗീതയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ താൻ ശബ്ദങ്ങളിൽ ഓംകാരമാണെന്നാണ് പറയുന്നത്. യോഗാസൂത്രത്തിൽ പതഞ്ജലി മഹർഷി ഓംകാര ശബ്ദത്തെ വിശേഷിപ്പിക്കുന്നത് ഈശ്വര പ്രതീകത്തെ ഓംകാരമായി അംഗീകരിച്ച് തുടർച്ചയായ ഓംകാര ജപവും ധ്യാനവും കൊണ്ട് ഒരു വ്യക്തിക്ക് സമാധി അടയുവാൻ കഴിയുമെന്നാണ്. ആധുനിക യുഗത്തിൽ സ്വാമി വിവേകാനന്ദൻ, അരവിന്ദ, രമണ മഹർഷിമാർ തുടങ്ങിയ അനേകം മഹത് വ്യക്തിത്വങ്ങൾ ഓംകാരധ്വനിയെപ്പറ്റി വിശേഷണങ്ങൾ കുറിച്ചിട്ടുണ്ട്. ആദിയും അന്തവുമില്ലാത്ത ഓംകാരത്തെ പാശ്ചാത്യരും അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഈശാധിഷ്ഠിതമായിരിക്കുന്ന ഓംകാരം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഓംകാര ജപം കൊണ്ടും ധ്യാനം കൊണ്ടും പടയോട്ടങ്ങൾ തന്നെ നടത്തി വിജയിച്ചു കൊണ്ടിരിക്കുന്നവരെ സൈബർ യുഗത്തിൽ നമുക്കിടയിൽ കാണാവുന്നതാണ്. ഈശ്വരനും ഓംകാരവും ഒന്നു തന്നെയാണെന്നാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്.